വെൽക്കം ടു വി ടു മാറ്റ്സ്. എന്തുട്ടാ ഉണ്ടാക്കാൻ പോണേ? ഒരു ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റുഡൻസിനോ അറിയാത്തവർക്കൊക്കെ ഇത് നോക്കി കണ്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഒരു സ്പൂൺ തൈര്, 2 സ്പൂണും വേണമെങ്കിൽ ഇടാം. അപ്പോൾ അത് നല്ല പോലെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം വരെ അത് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചോറുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് നമ്മൾ 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. പിന്നെ 1 സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടി ഒഴിച്ചു. അതിലേക്ക് കറുവാപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, കുരുമുളക് 3-4 എണ്ണം ഇതൊക്കെ ഇട്ടു. അതിന് ശേഷം അതിലേക്ക് നമ്മളിടുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയുടെ ഇല, പുതിനയുടെ ഇല, പച്ചമുളക്, പിന്നെ ഒരു സവാള. 1 ഗ്ലാസ് അരിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിടാം. വളരെ ഈസിയാണ് കേട്ടോ, അത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് കുറച്ച് ഗരം മസാലയുടെ പൊടി, കുറച്ച് 1/4 സ്പൂണില്ല, അതിലും കുറവ് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ കഴുകി വെച്ചിരിക്കുന്ന ബാസ്മതി റൈസാണിത്, 1 ഗ്ലാസ് റൈസാണ്. അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലപോലെ നെയ്യൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടി ഒന്ന് അതിനെ നല്ലപോലെ ഇളക്കുക. 1/2 സ്പൂൺ നെയ്യും കൂടി ഞാൻ അതിലിട്ടിട്ടുണ്ട്, ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട്. പിന്നെ 2 സ്പൂൺ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയാണ് മിക്സ് ചെയ്തത്. അതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇട്ടുവെന്ന് മാത്രം, ഓപ്ഷണലാണ്. ഇനി 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് 1 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒറ്റ വിസിലുകൊണ്ട് അത് നല്ല റൈസ് റെഡിയായിട്ട് കിട്ടും. അപ്പോഴത്തേക്കും നമുക്ക് മറ്റേ അടുപ്പത്ത് ചൂടായ പാനിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇടാം. അപ്പോൾ ഈ ചിക്കനൊക്കെ ഇട്ട് വറുത്ത് വരുന്ന സമയം കൊണ്ട് ഈ ഫോളോ ചെയ്യാത്തവരൊക്കെ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അത് എന്തായാലും ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ അവർ ഉണ്ടാക്കിക്കോട്ടെ. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം സമയം വേണ്ടി വരില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു സമയമേ വരുള്ളൂ. ഇതിനെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിരിക്കും. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുന്നുണ്ട്, അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുക്കർ തുറന്നിട്ട് നോക്കാം നമ്മുടെ റൈസ് എന്തായിന്ന് നോക്കാം. നല്ല ചൂടോട് കൂടിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ റൈസ് ഒന്നും ഒട്ടിപ്പിടിക്കാതെ, നിങ്ങൾ വിചാരിക്കും കുക്കറിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുന്നു. ഇത് ബാസ്മതി നല്ല റൈസാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ നല്ല ഭംഗിയായിട്ടാണ് ഒറ്റയായിട്ടാണ് നമുക്ക് റൈസ് കിട്ടിയേക്കുന്നത്. നല്ല ചൂടോടുകൂടി തന്നെ ഇതിനെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ചിക്കൻ ഫ്രൈഡ് സ്ഥലത്ത് നമുക്ക് ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കിയിട്ടും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ചും കൂടി ഈസിയാണല്ലോ, കറി ഉണ്ടാക്കുന്ന സമയം വേണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ കുറച്ച് മല്ലിയിലയാണ് അതിൻ്റെ മുകളിൽ കൂടി ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് സവാള വറുത്തത് ഞാനിട്ടു. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കൂടി ഇട്ടു. അപ്പോൾ ഇതിനെ നല്ലപോലെ ഒന്ന് അമർത്തിയതിന് ശേഷം നമുക്കിതിനെ അടച്ച് വയ്ക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. എല്ലാം മണമൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട്. കുറച്ച് നെയ്യും കൂടി വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ ഒഴിച്ചിട്ടില്ല, കാരണം അധികം നെയ്യ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിനെ അടച്ച് വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഡിന്നറോ ലഞ്ചോ സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു സാലഡ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സവോള, തക്കാളി, പച്ചമുളക് ഒരു ബൗളിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് നമ്മൾക്ക് എന്തിടണം, ഒരു കറിവേപ്പില. ഇത് എല്ലാം കൂടി മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പിട്ടു നമ്മൾ. ഇനി അതിൽ
കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 1 സ്പൂൺ മതി. ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് എന്ന് പറയുന്നു. ചക്കിലാട്ടിയതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ 1 സ്പൂൺ വിനിഗർ അതും കൂടി ഒഴിക്കുക. ഇനി എന്ത് ചെയ്യണം? ഇനി സ്പൂൺ കൊണ്ടൊന്നും ഇളക്കാൻ നിൽക്കണ്ട. കൈ കൊണ്ട് തന്നെ നല്ല പോലെ ഞെരടി എടുക്കണം. ഇതിന് ഒരു നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കൈ കൊണ്ട് തന്നെ ചെയ്താൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ സാലഡ്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തങ്ങാട്ട് തൈര് ഒഴിച്ചിട്ട് തൈര് സാലഡും ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 മണിക്കൂറായി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. ഇനി നമുക്ക് പ്ലേറ്റിംഗ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല മണമാണ് കേട്ടോ ഇത് തുറക്കുമ്പോൾ വരുന്നത്. ഒരു എന്താ പറയുക, ഒരു ബെസ്റ്റ് ബിരിയാണിയാണെന്ന് ഞാൻ പറയും ഇതിനെ. അപ്പോൾ ഒരു പ്ലേറ്റിംഗ് ചെയ്തു ഞാൻ. ഇനി അതിലേക്ക് ഇതാണ് നമ്മുടെ സാലഡ്. കുറച്ച് സാലഡ് ഇടാം. തൈര് സാലഡും കൂടി ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.